അയ്യപ്പ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അക്ഷയ കാറ്ററിംഗ് തൊടുപുഴ, കോസ്പോൺസേഡ് ബൈ വുഡ്ലാൻഡ് പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടൽ തൊടുപുഴ. കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ, എല്ലാത്തരം വെജ് നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നു. നിങ്ങളുടെ നാവിലെ രസമുകുളങ്ങളെ തൊട്ടുണർത്തുന്ന രുചി വൈവിധ്യങ്ങൾ, സ്വാദിൽ ഒരൽപ്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ, പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെ വിഭവസമൃദ്ധമായി നിങ്ങളുടെ ആഘോഷങ്ങളെ വരവേൽക്കൂ. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴയ്ക്കൊപ്പം ഫോൺ 9744406785. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ഹൈറേഞ്ചിന്റെ കവാടമായ തൊടുപുഴയിൽ രുചിവൈവിധ്യങ്ങളുടെ നിറക്കലവറയായി വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ. കൈപ്പുണ്യത്തിന്റെ മികവ് തെളിയിച്ചുകൊണ്ട് വിവിധയിനം ദോശകൾ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് എന്നിങ്ങനെ കലർപ്പില്ലാത്ത വെജിറ്റേറിയൻ വിഭവങ്ങൾ. ഗ്രഹാതുരത്വം തുളുമ്പുന്ന അന്തരീക്ഷത്തിൽ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ, തൊടുപുഴ മൂവാറ്റുപുഴ റോഡ്, മടക്കത്താനം, കൊച്ചങ്ങാടി. ഇരട്ടി മധുരവുമായി വുഡ്ലാൻഡ് സ്വീറ്റ്സ് എന്ന മധുരക്കലവറയിൽ. ഞങ്ങളുടെ മറ്റൊരു സഹോദര സ്ഥാപനം വിജയ ബ്രിക്സ്, മടക്കത്താനം, കൊച്ചങ്ങാടി. സ്വാമി ശരണമയ്യപ്പ. 16ാമത് എപ്പിസോഡ് പൂർത്തിയായി നമ്മൾ 17ലേക്ക് കടക്കുകയാണ്. 18ാം പടിയുടെ മുകളിൽ ഇരുമുടിക്കെട്ടുമായി നിന്നപ്പോൾ നമുക്ക് ബോധ്യപ്പെട്ടു, നാം അന്വേഷിച്ചു വന്ന എന്തോ ആണ് അവിടെ ഇരിക്കുന്നതെന്ന്. തത്വമസി എന്ന പദത്തിലൂടെ, തത്വം അസി, ആ പദത്തിലൂടെ നമ്മോട് ബോധ്യപ്പെടുത്തി തരുന്നത്, നീ ആരെയാണോ അന്വേഷിച്ചു വന്നത്, ആ അന്വേഷിച്ചു വന്നത് നിന്റെ ഉള്ളിലെ നിന്നെ തന്നെയാണ്. നിന്റെ ഉള്ളിലെ നീ എന്ന് പറയുന്നത് ഞാനാണ്. ചുരുക്കത്തിൽ, ഒറ്റ വാക്യത്തിൽ അതിനെ നമ്മൾ ബോധ്യപ്പെടാൻ ശ്രമിച്ചാൽ ഞാനും നീയും ഒന്ന് തന്നെ. അതായത് ജീവാത്മാവും പരമാത്മാവും ഒന്നാണ് എന്ന ശാശ്വത സത്യമാണ് അവിടെ വെളിവാക്കുന്നത്. ആ ശാശ്വത സത്യം നമ്മെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ ത്യാഗമെല്ലാം സഹിച്ച് 18 പടികൾ കയറി മനുഷ്യ ശരീരത്തിലെ വ്യത്യസ്തങ്ങളായ 18 ഭാവങ്ങളെ ത്യജിച്ചും നിയന്ത്രിക്കേണ്ടതിനെ നിയന്ത്രിച്ചും എല്ലാം നമ്മൾ മുകളിലെത്തിയത്. അപ്പോൾ വളരെ വ്യക്തമായിട്ടും നമുക്ക് ചില സൂചനകൾ കിട്ടി. നീയും ഞാനും ഒന്ന് തന്നെ, തത്വമസി. അതുകൊണ്ടായില്ലല്ലോ, അത് നമ്മളെ ബോധ്യപ്പെടുത്തി തരണ്ടേ. വെറുതെ അങ്ങ് പറഞ്ഞാൽ പോരല്ലോ എന്നുള്ള അർത്ഥത്തിൽ നീ കൊണ്ടുവന്ന പരമപവിത്രമായ നറുനെയ്, പശുവിൻ നെയ്, അത് ശുദ്ധമായി എടുത്ത് എൻ്റെ ശരീരത്തിൽ അഥവാ എന്നിൽ ആറാടുമ്പോൾ, അഭിഷേകം ചെയ്യുമ്പോൾ, നിന്റെ ആത്മാവ് എന്നുദ്ദേശിക്കുന്ന ജീവാത്മാവ് പരമാത്മാവായ ഞാനും ഒന്നായിത്തീരുന്ന അസുലഭമായ മുഹൂർത്തമാണ് ഇതിലൂടെ സംജാതമാകുന്നത് എന്ന് ഭഗവാൻ നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നു. അതുകൊണ്ട് തന്നെ നാം ഏറ്റവും പവിത്രമായി കരുതേണ്ടുന്ന ശബരിമല തീർത്ഥാടനത്തിലെ ഏറ്റവും പ്രമുഖമായ വസ്തു ഏതെന്ന ചോദ്യത്തിൻ്റെ ഉത്തരം, എല്ലാം പ്രമുഖമാണെങ്കിലും അതിലേറ്റവും പവിത്രം എന്ന് ഉദ്ദേശിക്കുന്നത് നെയ്യഭിഷേകമാണ് എന്നറിയുക. പക്ഷെ ഇന്ന് അതിനുള്ള പ്രസക്തി നമ്മുടെ ഇടയിൽ നിന്ന് എത്രയോ മാറിയിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ തരമില്ല. അങ്ങനെ പറയാനുള്ള കാരണം എന്ത് എന്ന് ചോദിച്ചാൽ, നറുനെയ് എന്ന് പറയുന്ന ആ ഒരവസ്ഥ ഇന്ന് നമുക്ക് കിട്ടുന്നില്ല. പകരം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ഓർക്കുക. ഓരോ ഭക്തനും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഓർമ്മിക്കുക. മാർക്കറ്റിൽ പോയി അഭിഷേകത്തിനുള്ള നെയ്യ് വാങ്ങാൻ തയ്യാറാവുമ്പോൾ പല കടകളിലും എഴുതി വച്ചിട്ടുണ്ട്, ഈ നെയ്യ് ഭക്ഷ്യയോഗ്യമല്ല. ഭക്ഷ്യയോഗ്യമല്ലാത്ത നെയ്യ് എന്ന് മാത്രമല്ല, ഭക്ഷ്യയോഗ്യമല്ലാത്ത യാതൊരു വസ്തുക്കളും നമ്മൾ ക്ഷേത്രത്തിൽ പൂജാതിക്രമങ്ങൾക്ക് ഉപയോഗിക്കാറില്ല. എന്ത് സാധനം വേണമെങ്കിലും പരിശോധിച്ചുകൊള്ളൂ. അങ്ങനെ പരിശോധിക്കാൻ തയ്യാറായാൽ നാം ഉപയോഗിക്കുന്നതെല്ലാം നമുക്ക് സ്വന്തം ഉപയോഗത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്ന് നമുക്കറിയാനായിട്ട് സാധിക്കും. അങ്ങനെ ഭക്ഷ്യയോഗ്യമായ നെയ്യ് തന്നെ വേണം ശബരിമലയിലേക്ക് കൊണ്ടുപോകാൻ. വളരെ അവിചാരിതമായി നമ്മുടെ 2ാം തലമുറയിലെ തന്ത്രിവൈദ്യൻ മഹേഷ് മോഹനര്, കണ്ഠരര് മഹേഷ് മോഹനര്
കഴിഞ്ഞ വർഷത്തെ തന്ത്രി അദ്ദേഹമായിരുന്നു. ഈ വർഷം 1-ാം തീയതി മുതൽ ആള് മാറി. ഈ വർഷം മുതൽ അദ്ദേഹമാണ്. അദ്ദേഹവുമായിട്ട് സംസാരിക്കാൻ ഇട വന്നപ്പോൾ പറഞ്ഞു, കൊണ്ടുവരുന്ന നെയ്യിൽ ഏറ്റവും ചുരുങ്ങിയത് 80%. നോക്കൂ, 80%. അപ്പോ ഇവിടെ എത്തിക്കുന്ന നെയ്യ് ഒരു കാരണവശാലും ഉപയോഗിക്കാൻ, അഭിഷേകത്തിന് പോയിട്ട് ഒന്നിനും ഉപയോഗിക്കാൻ കൊള്ളാത്തതാണ്. വിളക്ക് കത്തിക്കാൻ പോലും കൊള്ളാത്തതാണ്. ആ തരം നെയ്യ് കൊണ്ടുപോയി ശബരിമലയിൽ അഭിഷേകം ചെയ്യാൻ തയ്യാറെടുക്കുമ്പോൾ ഓർമ്മിക്കുക, ഒരിക്കൽ പോലും ഒരു തരത്തിലും ക്ഷമിക്കത്തക്കതല്ലാത്ത അസാധാരണമായ ഒരു പാപകർമ്മമാണ് നമ്മൾ ചെയ്യുന്നതെന്ന് ഓരോരുത്തരും ഓർമ്മിക്കണം. ശുദ്ധമായ പശുവിൻ നെയ്യ് മാത്രമേ ശബരിമലയിലേക്ക് കൊണ്ടുപോവുകയുള്ളൂ എന്ന് തീരുമാനിക്കണം. ഇന്ന് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന നെയ്യിൽ വെട്ടുനെയ്യ് എന്ന് പറയുന്ന തരത്തിൽ മാംസത്തിന്റെ ഭാഗമായിട്ടുള്ള, പശുമാംസത്തിന്റെ ഭാഗമായിട്ടുള്ള നെയ്യ് ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്ന വസ്തുത നമ്മൾ മറക്കരുത്. ഈ ഒരു അവസ്ഥ ശബരിമലയുടെ ചൈതന്യം നശിപ്പിക്കുക എന്നുള്ള ഗൂഢോദ്ദേശം ഇതിൻ്റെ പിന്നിലുണ്ട് എന്നതിനെക്കുറിച്ചും ഓർമ്മിക്കുക. എന്തായാലും നമ്മൾ കൊണ്ടുപോയ നറുനെയ്യ് 18-ാം പടിയുടെ മുകളിൽ നിന്നും ക്ഷേത്ര ദർശനത്തിനെത്തി, ദർശനം നടത്തി, നമ്മൾ സൗകര്യപ്രദമായ ഇടത്തിൽ വിശ്രമിച്ച്, അതായത് പരിവാര ദേവതകളെയെല്ലാം തൊഴുത് എല്ലാം കഴിഞ്ഞ് നാളെ രാവിലെ അഭിഷേകം എന്ന് തീരുമാനിക്കുന്ന തരത്തിലായിരിക്കും പലപ്പോഴും പല സ്വാമിമാരും അവിടെ വന്നെത്തുക. അങ്ങനെ വന്നെത്തുന്ന തരത്തിൽ തന്നെ നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാം. ഈ നാളികേരം ഉടച്ച് ആ നാളികേരത്തിലുണ്ടായിരുന്ന നറുനെയ്യ് പാത്രത്തിലാക്കി നേരെ നമ്മൾ കൊണ്ടുപോകുന്നു. ഒരു കാരണവശാലും മഹാപാപത്തിൽ മഹാപാപമായിട്ടുള്ള ഈ നറുനെയ്യ് പൊട്ടിച്ച് തോണിയിൽ ഒഴിക്കുന്ന സിസ്റ്റത്തിൽ ഒരിക്കലും വരരുതേ എന്ന് നിങ്ങളോട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും അഭിഷേകം നടത്തിയേ തിരിച്ചു പോരാവൂ, അപ്പോഴേ ശബരിമല യാത്ര പൂർണ്ണമാകൂ എന്ന് ഓർമ്മിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അറിയേണ്ടുന്നത്, ഈ നറുനെയ്യ് പൊട്ടിച്ചൊഴിച്ചു, അത് കാണിപ്പൊന്നുൾപ്പെടെ നമ്മൾ കൊണ്ടുവരുന്നു. ആ കാണിപ്പൊന്ന് ഭഗവാന്റെ മുമ്പിലെ കാണിക്കവഞ്ചിയിൽ നിക്ഷേപിക്കുക. ടിക്കറ്റ് സഹിതം ശ്രീകോവിലേക്ക് സമർപ്പിക്കുക. തൊഴാൻ സാധിക്കുമെങ്കിൽ ഭാഗ്യവാൻ. ആ അഭിഷേകത്തിൽ പങ്കെടുത്ത് അതിൻ്റെ ശിഷ്ടം നെയ്യ്, ആടിയ നെയ്യ് ശിഷ്ടം വാങ്ങിക്കുക. ഈ പൊട്ടിക്കാനായിട്ട് എടുത്ത നാളികേരത്തിൻ്റെ ബാക്കി 2 മുറികളുണ്ട്. ആ 2 മുറികൾ എന്ത് എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ കൊണ്ടുപോയ നറുനെയ്യ് എന്നുദ്ദേശിക്കുന്നത് ജീവാത്മാവാണെങ്കിൽ ആ മുദ്ര വഹിച്ച വ്യക്തിയുടെ ആത്മാവാണ് ജീവാത്മാവെന്ന് ഉദ്ദേശിച്ചത്. അത് ആരായിരുന്നാലും അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തിൻ്റെ പ്രതീകമാണ് ഈ 2 നാളികേര മുറികൾ എന്ന വസ്തുത കൃത്യമായും ഓർമ്മയിലുണ്ടാവണം. അതെന്ത് ചെയ്യണം? ഹോട്ടലുകാർ വന്നോ മറ്റ് ആളുകൾ വന്നിട്ടോ ആ തേങ്ങാമുറി തന്നേക്കാമോ സ്വാമി എന്ന് ചോദിച്ചാൽ പലരും കൊടുക്കും. അത് അങ്ങനെ കൊടുക്കാനുള്ളതല്ല. അത് മുളകും മല്ലിയും ഒക്കെ ചേർത്ത് അരച്ച് കറി വയ്ക്കാനുള്ള നാളികേരം അല്ല. നമ്മുടെ ശരീരത്തിന്, അതായത് നമ്മുടെ ഭൗതിക ശരീരത്തിന് തുല്യമായതാണ് ആ നാളികേരം എന്ന വസ്തുത ഓർമ്മിക്കുക. അപ്പോൾ അതിൻ്റെ സ്ഥാനം എവിടാണ്? അതിൻ്റെ സ്ഥാനത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കയറി വരുന്നിടത്ത്, അതായത് വലിയ നടപ്പന്തലിൽ നിന്ന് കയറി വരുന്നിടത്ത് 18-ാം പടിക്ക് താഴെയായി അവിടെ ഒരു അഗ്നികുണ്ഡം ജ്വലിച്ചു നിൽക്കുന്നുണ്ട്. ആ അഗ്നികുണ്ഡത്തിലേക്ക് ചെന്ന് അഗ്നിദേവനാണ് ഇത് സമർപ്പിക്കേണ്ടുന്നത്. അപ്പം നമ്മുടെ ഭൗതിക ശരീരം, നമ്മുടെ ആത്മീയ ശരീരം പരമാത്മാവുമായി വിലയം പ്രാപിച്ചപ്പോൾ അഭിഷേകം ചെയ്യപ്പെട്ടു എന്നതിൽ കൂടെ നമ്മുടെ ഭൗതിക ശരീരം ആയിട്ടുള്ള ആ 2 നാളികേര മുറികളും അഗ്നിയിൽ സമർപ്പിക്കുക. അപ്പോൾ ആ വർഷത്തെ നമ്മുടെ യാത്ര ധന്യമായി പൂർത്തിയായി. അങ്ങനെ പൂർത്തിയായി കഴിഞ്ഞു എന്ന് ബോധ്യപ്പെട്ടാൽ, ഭഗവാനെ അടുത്ത വർഷവും എനിക്ക് ഈ കാലത്ത് അങ്ങയെ ദർശിക്കാനുള്ള അനുമതിയും ഭാഗ്യവും സിദ്ധിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മടക്കയാത്ര ആരംഭിക്കാം. അതിനുശേഷം ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിനു മുൻപ് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ,
നമുക്ക് ജ്യോതിഷത്തെക്കുറിച്ച് എന്തെങ്കിലും ഗ്രാഹ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്യാവുന്നതാണ് ക്ഷേത്രത്തിന് ചുറ്റും നാളികേരം ഉടയ്ക്കുക എന്നതിന് പകരം നാളികേരം ഉരുട്ടുക എന്ന് പറഞ്ഞൊരു നടപടി ദേവീ ക്ഷേത്രത്തില് മാളികപ്പുറത്തമ്മയുടെ മുമ്പില് നമ്മൾ സാധാരണ നിലയിൽ അതൊരു വലിയ വഴിപാട് ആയിട്ട് ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആ വഴിപാടിന്റെ നേട്ടം എന്ത് എന്നതിനെ കുറിച്ച് ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ള തരത്തിലാണ് അത് വ്യാപരിപ്പിക്കുന്നത്. അല്ലാണ്ട് അതിന് കൃത്യമായ ഒരു ഉത്തരം നൽകുന്നതിന് സാധിച്ചിട്ടില്ല. ഇവിടെ മാളികപ്പുറത്തമ്മയുടെ ദർശനം കഴിഞ്ഞാൽ അവിടെ നിരവധി ദേവസ്ഥാനങ്ങൾ നമുക്ക് ദർശിക്കേണ്ടതായിട്ടുണ്ട്. തിരുവാഭരണ പേടകം കൊണ്ടുവന്ന് സൂക്ഷിച്ചിട്ട് അതിൻ്റെ പേടകവാഹകർ ഇരിക്കുന്നതും മാളികപ്പുറത്ത് ഒരു ചെറിയ സൗകര്യത്തിലാണ്. അതേപോലെ തന്നെ പറകൊട്ടി പാടുന്നവർ, എന്താണ് പറകൊട്ടി പാടുന്നതിൻ്റെ ഐതിഹ്യം എന്ന് കൃത്യമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. പന്തളത്ത് തമ്പുരാന്റെ സമീപത്തെത്തിയ മണികണ്ഠസ്വാമിയെ പലതരത്തിലും അവിടെ നിന്നും ഒഴിവാക്കാനായിട്ട് ശ്രമിച്ച മന്ത്രി അതിന് കഴിയാതെ വന്നപ്പോൾ ആഭിചാര പ്രയോഗത്തിലൂടെ മണികണ്ഠസ്വാമിയുടെ ശരീരം മുഴുവനും പുണ്ണ് ആയ ഒരവസ്ഥയിൽ ആ പുണ്ണിൽ നിന്ന് മോചനം നേടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറകൊട്ടിപ്പാട്ട് എന്ന് പറയുന്ന ആ വഴിപാട് നടത്തിയത്. അതേ വഴിപാട് തന്നെയാണ് മാളികപ്പുറത്ത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ആ വഴിപാട് നമുക്ക് ചെയ്യുന്നതിലൂടെ അവർ പാടുന്ന പാട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാനായിട്ട് സാധിക്കുന്നത്, നമുക്ക് നാമദോഷമുണ്ടെങ്കിൽ, ആഭിചാര പ്രയോഗങ്ങൾ കൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള മോചനമാണ്. നാം അവിടെ ചെല്ലുന്ന ഭക്തർ ഏതെങ്കിലും തരത്തിൽ വഴിപാട് നടത്തുന്നത് കൊണ്ട് മാത്രമാണ് ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഉപജീവനമാർഗം നടത്തുന്നത് എന്ന വസ്തുത കൂടി ഈ അവസരത്തിൽ ഞാനൊന്ന് വ്യക്തമാക്കട്ടെ. അതുകൊണ്ട് തന്നെ കഴിയുന്നതും ഒരു കുടുംബത്തിൽ നിന്ന് ഒരാളെങ്കിലും ഈ പറകൊട്ടിപ്പാട് നടത്തുക എന്ന് പറയുന്ന ആ സൽക്കർമ്മത്തിലേക്ക് ചെയ്യാൻ തയ്യാറാവണം. അതൊരു കുടുംബത്തെ ബോധ്യപ്പെടുത്തുന്നതിനും കുടുംബത്തെ രക്ഷിക്കുന്നതിനും വേണ്ടിയിട്ടുള്ളതാണ് എന്ന കാര്യം മറക്കാതിരിക്കുക. അത് കഴിഞ്ഞ് അപ്പുറത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നവഗ്രഹ മണ്ഡലമുണ്ട്. ആ നവഗ്രഹങ്ങളെ പൂർണ്ണമായിട്ടും പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളിടത്താണ് അതിൻ്റെ കർമ്മങ്ങൾ നടക്കുന്നത്. നവഗ്രഹ പ്രതിഷ്ഠയ്ക്ക് അപ്പുറത്ത് സർപ്പപ്രതിഷ്ഠയാണ്. ആ സർപ്പപ്രതിഷ്ഠകളിലും നമുക്ക് വഴിപാടുകൾ നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സന്നിധാനത്തെത്തി മുദ്ര അഭിഷേകം ചെയ്തു കഴിഞ്ഞാൽ അവിടെ നമ്മൾ എവിടെയെല്ലാം പോകണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ധാരണ നമ്മുടെ ഉള്ളിലുണ്ടാവണം. 18-ാം പടിക്ക് അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നത് രണ്ട് കാവൽക്കാരെ പോലെ നിൽക്കുന്ന രണ്ട് ശിവഭൂതങ്ങളുണ്ട്. അതേപോലെ തന്നെ സന്നിധാനത്ത് അമ്പലത്തിന് തൊട്ട് ചേർന്ന് ഗണപതി ഭഗവാനും ഒരു സർപ്പവിഗ്രഹവും ഉണ്ട്. ഇതെല്ലാം പ്രത്യേകം നമ്മൾ ദർശനം നടത്തേണ്ടുന്നതാണ്. അത് കഴിഞ്ഞാണ് നമ്മൾ മാളികപ്പുറത്തേക്ക് എത്തുന്നത്. ഇത്രയും ദർശനം കഴിഞ്ഞാൽ മാളികപ്പുറത്ത് നിന്ന് നേരെ ഉരൽക്കുഴി തീർത്ഥത്തിലേക്ക് പോകാൻ തയ്യാറാവണം. ആ ഉരക്കുഴി തീർത്ഥം എന്നുദ്ദേശിക്കുന്നത് ശബരിമലയിലെ ഏറ്റവും പവിത്രമായ സങ്കേതങ്ങളിൽ ഒന്നാണ്. അതിനെ സംബന്ധിച്ചിടത്തോളം നിരവധി കഥകൾ വ്യാപരിക്കുന്നുണ്ട്. നമുക്കത് എന്താണെന്ന് ചിന്തിക്കേണ്ടുന്നതാണ്. അത് അടുത്ത എപ്പിസോഡിലേ പറയുകയുള്ളൂ, ഈ എപ്പിസോഡിൽ ഇല്ല. ഉരക്കുഴി തീർത്ഥം എന്ന് പറയുന്നത് ചെന്നെത്തുന്ന മുഴുവൻ സ്വാമിമാരുടെയും അവിടെ സ്നാനം കഴിക്കുന്ന മുഴുവൻ സ്വാമിമാരുടെയും അതുവരെയുള്ള മുഴുവൻ പാപങ്ങളും മാറ്റുന്ന അത്രയ്ക്കും പരിശുദ്ധമായ ഒരു തീർത്ഥസങ്കേതമാണ് ഉരൽക്കുഴി തീർത്ഥം എന്ന വസ്തുത ഞാൻ നിങ്ങളുടെ ബോധ്യത്തിനായിട്ട് സമർപ്പിക്കുകയാണ്. ശബരിമല പോയി 18-ാം പടി ഒരു വിധത്തിൽ കയറി 18-ാം പടി കയറിയതുകൊണ്ട് എല്ലാമായി എന്ന് വിചാരിക്കരുത്. അവിടെ വേണ്ടുന്നത് ദർശനങ്ങളാണ്. ആ ദർശനങ്ങൾ മറക്കാതെ അനുവർത്തിക്കാനായിട്ട് നമ്മൾ തയ്യാറാവണം. എങ്കിൽ മാത്രമേ ഓരോ വർഷത്തിലുമുള്ള ശബരിമല യാത്ര പൂർണ്ണമാവുകയുള്ളൂ എന്ന വസ്തുത വ്യക്തമാക്കട്ടെ. ചുറ്റുപാടും നമുക്കൊന്ന് പരിശോധിക്കാം.
ശബരിമല സങ്കേതത്തിന്റെ ചുറ്റുപാടും നമുക്കൊന്ന് പരിശോധിക്കാം. ചുറ്റുപാടും നമ്മൾ പരിശോധിക്കാൻ തയ്യാറായാൽ നമ്മൾ തന്നെ അവിടെ കൊണ്ടുവരുന്ന ഏറ്റവും ബുദ്ധിമുട്ട് ഏത് എന്ന് ചോദിച്ചാൽ, കുറച്ചു കുറവുകൾ കാണുന്നുണ്ടെങ്കിൽ പോലും ശുചീകരണം എന്ന് പറയുന്നത് നമ്മളെ ബാധിച്ചിട്ടില്ല എന്ന മട്ടിലാണ് നമ്മുടെ പെരുമാറ്റം. ഞാനല്ലേ വരുന്നുള്ളൂ, എൻ്റെ കയ്യിലല്ലേ ഇതുള്ളൂ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. നമ്മൾ കൊണ്ടുവരുന്ന ഏതൊരു സാധനമായിരുന്നാലും ഇന്നത്തെ സാഹചര്യത്തിൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് നമ്പർ മാത്രമേ ശബരിമലയിൽ എത്തുന്നുള്ളൂ എങ്കിൽ പോലും ഏകദേശം 1 കോടി ആളുകളാണ് ഇപ്പോൾ അവിടെ എത്തേണ്ടി വരുന്നത് 65 ദിവസം കൊണ്ട്. അവർ കൊണ്ടുവരാൻ സാധിക്കുന്ന ഏറ്റവും ബുദ്ധിമുട്ടേറിയ വസ്തുക്കൾ ഏതൊക്കെ എന്ന് നോക്കാം. ഒന്നാമത്തേത് പ്ലാസ്റ്റിക് തന്നെയാണ്. ഭാഗ്യം കൊണ്ട് ഇപ്പോൾ പനിനീരായാലും തേനായാലും പ്ലാസ്റ്റിക് കുപ്പികളിലാണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ കുപ്പിച്ചില്ലാണെങ്കിൽ മണ്ണിനടിയിലേക്ക് പോകും. പക്ഷേ പ്ലാസ്റ്റിക് ഇത് മണ്ണിനടിയിൽ പോവില്ല എന്ന് മാത്രമല്ല, അത് എക്കാലത്തും അവിടെ നിതാന്തമായി നിദ്ര കൊള്ളുകയുള്ളൂ, അതിന് നാശമില്ല. അപ്പൊ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? പ്ലാസ്റ്റിക്കും കൊണ്ടുള്ള തേൻ കുപ്പിയും പനിനീർ കുപ്പിയും സന്നിധാനത്തേക്ക് കൊണ്ടുവരാതിരിക്കുക. നമ്മൾ വാങ്ങിക്കുന്നിടത്ത് നിന്നും, അതായത് കടകളിൽ നിന്ന് കെട്ടുനിറയ്ക്കാനുള്ള സാധനം എന്ന് പറഞ്ഞാൽ നമ്മളെ ബോധ്യപ്പെടുത്തി 64 കൂട്ടം സാധനം ഇല്ലേ 55 കൂട്ടം സാധനം എന്ന് പറഞ്ഞ് ഈ പ്ലാസ്റ്റിക് കുപ്പികളിൽ അടച്ച പനിനീരും തേനും നിർബന്ധമായിട്ടും അവരാ കെട്ടുനിറയ്ക്കുള്ള സാധനങ്ങളിൽ ഉൾപ്പെടുത്തുന്നു. ഇവിടെ തേൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് ചോദിച്ചാൽ, നമ്മുടെ സാധാരണ വീടുകളിൽ ക്ഷേത്രങ്ങളിൽ കെട്ടുനിറയ്ക്കുമ്പോൾ അവിടെ അവിഭാജ്യമായ ഒരു ഘടകമാണ് ത്രിമധുരം എന്നുദ്ദേശിക്കുന്നത്. ത്രിമധുരം എന്ന് പറഞ്ഞാൽ അത് നന്നായി പഴുത്ത പഴം ചെറുതായി നുറുക്കി അതിൽ പഞ്ചസാരയും തേനും ഒഴിക്കുന്നതാണ്. അപ്പൊ കെട്ടുനിറയ്ക്കാനായി എടുത്ത തേന് ഈ പഴം നുറുക്കിയതിൽ ഒഴിച്ചു കഴിയുമ്പോൾ അത് നമ്മൾ ഉപയോഗപ്പെടുത്തി ആ കുപ്പി അവിടെ വെച്ച് തന്നെ നമുക്ക് ഡിസ്പോസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ശബരിമലയ്ക്ക് കൊണ്ടുപോയാൽ തിരിച്ചു നമ്മൾ കൊണ്ടുവരില്ല എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് അവിടെ തന്നെ വെച്ച് നമുക്ക് ഉപേക്ഷിക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തേത്, തേൻ അങ്ങനെയായി. പനിനീരെന്ത് ചെയ്യും? പനിനീരെന്ത് ചെയ്യും എന്നുള്ളതിന്റെ ചോദ്യം വളരെ വ്യക്തമാണ്. അതിനുത്തരം, നമ്മൾ സാധാരണ നിലയിൽ നമ്മൾ കെട്ടുനിറയ്ക്കുന്നിടത്ത് ഏതെങ്കിലുമൊക്കെ സ്വാമിമാർ പങ്കെടുക്കുന്നതിന് വേണ്ടി വരും. അവർക്ക് വേണ്ടിയിട്ടും നമ്മുടെ ഫോട്ടോകളിൽ തൊടിവിക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ കളഭം കലക്കാൻ വേണ്ടി പച്ചവെള്ളം ഒഴിക്കുന്നതിന് പകരം ആ കളഭത്തിലേക്ക് ഒഴിക്കാൻ തയ്യാറാവുന്നത് ഈ പനിനീരൊഴിച്ചു കഴിയുമ്പോൾ പനിനീർ കുപ്പിയും നമുക്ക് അവിടെ വെച്ച് തന്നെ ഉപേക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ 2 തരത്തിലുള്ള 2 മാലിന്യ പേറുന്ന വസ്തുക്കൾ, 2 കുപ്പികൾ നമുക്ക് കെട്ടുനിറയ്ക്കാനായിട്ട് നിർബന്ധമായി ശബരിമലയ്ക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങിയ കടയിൽ നിന്ന് കെട്ടിയേൽപ്പിച്ച സാധനം അത് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നു. തീർന്നില്ല. ബ്രാൻഡഡ് മഞ്ഞപ്പൊടിയാണ് നമ്മൾ കൊണ്ടുവരുന്നത് എന്ന് ദേവി അറിഞ്ഞോട്ടെ എന്ന് കരുതിയിട്ടാവാം നമ്മൾ ദേവിക്കുള്ള പ്രസാദം എന്ന നിലയിൽ കൊണ്ടുവരുന്ന മഞ്ഞപ്പൊടി അതിൻ്റെ പാക്കറ്റിൽ നിന്ന് പൊട്ടിച്ചതിന് ശേഷം ശ്രദ്ധിച്ചാൽ നമുക്ക് വളരെ കൃത്യമായിട്ടും നമ്മുടെ കവുങ്ങിൻ്റെ പാള എന്ന് പറയുന്ന സാധനത്തിൻ്റെ അകത്തു നിന്നും നമുക്ക് ചില്ല് പോലുള്ള ഒരു സാധനം കിട്ടും. പക്ഷേ വളരെ നയന്ന ആ സാധനത്തിൻ്റെ അകത്ത് കാറ്റ് പോലും കടക്കാതെ ഈ മഞ്ഞപ്പൊടി ഒരു കിഴിയായി കെട്ടി സൂക്ഷിക്കാനായിട്ട് പൊതിയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇനി അതിന് കഴിയുന്ന പാള നമുക്ക് കിട്ടിയില്ല എങ്കിൽ പിന്നെ ചെയ്യാൻ സാധിക്കുന്നത് ഒരു ഇല മുറിച്ച് വാട്ടിയെടുത്ത് അതിൽ നമുക്ക് കൊണ്ടുപോകാനായി സാധിക്കും. ഇവിടെ ദേവിക്ക് ഒരു നിർബന്ധ ബുദ്ധിയുമില്ല. ഈ പറഞ്ഞ കൂട്ടിൽ തന്നെ മഞ്ഞപ്പൊടി കൊണ്ടുവരണം എന്ന്. അപ്പോൾ നമുക്ക് ചുറ്റുപാടും നമ്മൾ കാണുന്ന ഏറ്റവും മലീമസമാക്കുന്ന തരത്തിലുള്ള പ്രവൃത്തി എന്ന് പറയുന്നത് ഈ തരത്തിലുള്ള പ്ലാസ്റ്റിക് സാധനങ്ങൾ നമ്മൾ അവിടെ ഉപേക്ഷിക്കപ്പെടുന്നതിലൂടെയാണ് സംഭവിക്കുന്നത്. അത് കുറച്ചൊന്നുമല്ല, 1-2 ഗ്രാം അല്ല നമ്മൾ ചെയ്യുന്നത്. ഇനി നമ്മളിൽ നിന്നും ഉണ്ടാവുന്ന ജൈവ വിസർജ്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കുക. ജൈവ വസ്തുക്കൾ നമ്മൾ അവിടെ കൊണ്ടുവന്ന് ഉപേക്ഷിക്കുന്നത് നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ച
വാഴയില വഴറ്റിയതിലാണ് ഈ മഞ്ഞപ്പൊടി പൊതിയുന്നതെങ്കിൽ അതൊരു മാലിന്യമാണ്. പക്ഷെ 6 മാസം പോലും ശേഷിക്കില്ല, അത് ചെതല് തിന്ന് പൂർത്തിയാക്കി അതില്ലായ്മ ചെയ്തുകൊള്ളും. പക്ഷെ എത്ര കാലം കഴിഞ്ഞാലും പ്ലാസ്റ്റിക് കടലാസാവട്ടെ, പ്ലാസ്റ്റിക് കുപ്പിയാവട്ടെ, അതങ്ങനെ തന്നെ ശബരിമലയിലായാലും എവിടായാലും നമ്മൾ ഉപേക്ഷിക്കുന്നിടത്ത് കിടക്കുമെന്ന വസ്തുത പൂർണ്ണമായിട്ടും നമ്മൾ ഉൾക്കൊള്ളണം. അതുകൊണ്ട് തന്നെ ശബരിമലയിലേക്ക് വരുന്ന തീർത്ഥാടകർ ഓരോരുത്തരും ചിന്തിക്കേണ്ടുന്നത്, ഒരു കാരണവശാലും പ്ലാസ്റ്റിക്കിന്റെ ഒരംശവും ഞാൻ ശബരിമലയിലേക്ക് കൊണ്ടുവരില്ല എന്ന് തീരുമാനിക്കണം. അപ്പോ കെട്ടുനിറയ്ക്കുന്നിടത്തു നിന്നും ആരംഭിക്കുന്ന ഈ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം ഓരോരോ കൂട്ടത്തിലും നമ്മളിത് ചെയ്യണം. ആദ്യത്തേത് നോക്കുക, അവലിന്ന് തരുന്നത് തൂക്കിയാണെങ്കിൽ പോലും പ്ലാസ്റ്റിക് കൂട്ടിലാണ്, അതൊഴിവാക്കണം. മലര് തരുന്നത് പ്ലാസ്റ്റിക് കൂട്ടിലാണ്, അതൊഴിവാക്കണം. അങ്ങനെ ഓരോ കൂട്ടവും നമ്മൾ വേണ്ട 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 എന്ന് തീരുമാനിക്കുകയും അതോടൊപ്പം വാങ്ങിക്കാൻ കിട്ടുന്ന ബട്ടർ പേപ്പർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ആ ബട്ടർ പേപ്പർ ആണെങ്കിൽ നനഞ്ഞാൽ തന്നെ അത് ഇല്ലായ്മയായിക്കൊള്ളും. ആ തരത്തിലുള്ള ആ പേപ്പർ വാങ്ങിച്ച് അതിൽ പൊതിഞ്ഞാട്ടാണെങ്കിൽ പോലും ശബരിമലയിലേക്ക് കൊണ്ടുവരികയുള്ളൂ എന്ന് ഓരോ സ്വാമി ഭക്തനും തീരുമാനിച്ചാൽ സംശയത്തിന് ഇട കൊടുക്കാതെ നമുക്ക് പറയാൻ സാധിക്കും, ശബരിമല പൂർത്തിയായും മാലിന്യമുക്തമാക്കാം, പ്ലാസ്റ്റിക് മുക്തമാക്കാം. അത് ചെയ്യുന്നത് വരും തലമുറയോടുള്ള ഏറ്റവും വലിയ ഒരു ഗുണപ്രദമായ കാര്യമാണ് എന്നതിൽ ഒരു സംശയവും വേണ്ട. തീർന്നില്ല. ഇതിനോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പരമാവധി സാധനങ്ങൾ കുറച്ചേ സന്നിധാനത്തേക്ക് കൊണ്ടുവരാൻ പാടുള്ളൂ. പരമാവധി സാധനങ്ങൾ കുറച്ചേ സന്നിധാനത്തേക്ക് കൊണ്ടുവരാൻ പാടുള്ളൂ. കൊണ്ടുവരുന്ന സാധനങ്ങൾ പൂർണ്ണമായിട്ടും ഉപയുക്തമാക്കാനും ഉപയോഗപ്പെടുത്താനും ശ്രദ്ധിക്കുകയും വേണം. അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ മാലിന്യം കൂടുതൽ കൂടുതൽ കുന്നുകൂടാനായിട്ട് നമുക്ക് സാധ്യതയില്ലാത്തൊരവസ്ഥ ഉണ്ടാക്കാനായി സാധിക്കും. കേവലം 90 ഏക്കർ സ്ഥലത്താണ് ശബരിമല സ്ഥിതി ചെയ്യുന്നത്. ഈ 90 ഏക്കർ സ്ഥലത്ത് എത്തിച്ചേരുന്നവരുടെ എണ്ണം ഏകദേശം 100 ലക്ഷമാണ്, അല്ലെങ്കിൽ 1 കോടിയാണ് എത്തുന്നത് എന്ന് വിചാരിക്കുക. ആ 1 കോടി ആളുകളിൽ നിന്നുണ്ടാകുന്ന മാലിന്യങ്ങൾ എത്ര ശ്രമിച്ചാലും ടൺ കണക്കിന് ഉണ്ടാവും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പൊ പരമാവധി ഓരോ സ്വാമിയുടെയും മനസ്സിൽ ഉണ്ടാവേണ്ടുന്നത്, ഞാനായിട്ട് ഒരു തരത്തിലും ദുർഭഗമായ ഒരു സാധനങ്ങളും അവിടെ ഉപേക്ഷിക്കില്ല എന്നുള്ള കർശനമായ ഒരു തീരുമാനം സ്വാമിയെ മുൻനിർത്തി അവരവരുടെ മനസ്സിൽ ഓരോ സ്വാമി ഭക്തനും എടുക്കാൻ തയ്യാറായാൽ അടുത്ത ഒരു 5 വർഷത്തിന്റെ ഉള്ളിൽ ഒരു സംശയത്തിനും ഇട കൊടുക്കാതെ നമുക്ക് പറയാൻ സാധിക്കും, പമ്പയും സന്നിധാനവും പൂർണ്ണമായും മാലിന്യമുക്തമാക്കാൻ സാധിക്കും. അത് അവരവർ തന്നെയാണ് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടുന്നത്. ഏറ്റവും പ്രധാനം കേരളത്തിൽ നിന്നല്ല, പുറത്തു നിന്നും വരുന്ന സ്വാമി ഭക്തരാണ് ഏറ്റവും കൂടുതൽ ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടുന്നത്. കേരളത്തിൽ നിന്ന് വരുന്നവർ കൂടുതൽ ദിവസം താമസിക്കുന്നില്ല. മറിച്ച് മകരവിളക്കിനോടനുബന്ധിച്ചായാലും 41-നോടനുബന്ധിച്ചായാലും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർ അവിടെ 3-4 ദിവസം താമസിക്കുന്ന ഒരു സംവിധാനമാണ് നിലവിലുള്ളത്. ഇതിന് ഒരു മാറ്റം വരുത്തുന്നത് നന്നായിരിക്കും. കാരണം ഞാൻ മാത്രം പോരാ, മറ്റുള്ളവരും കൂടി വരുന്നിടമല്ലേ, അതുകൊണ്ട് ഞാൻ 1 ദിവസം കഴിഞ്ഞു 2 ദിവസം കഴിഞ്ഞു പോകാൻ തയ്യാറെടുക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു ആഹ്വാനം മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന സ്വാമിമാർക്ക് നൽകുന്നത് നന്നായിരിക്കും എന്നൊരഭിപ്രായം കൂടി രേഖപ്പെടുത്താനായി തയ്യാറാവുകയാണ്. പിന്നെ ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തണം. ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ സന്നിധാനത്ത് നിന്ന് നോക്കുമ്പോൾ 18-ാം പടി കയറി വരുന്നവർ അയ്യപ്പന്റെ തലയ്ക്ക് മുകളിലൂടെയാണ് നടക്കുന്നത്. എത്രയോ കാലമായി നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നതാണ് ആ ഫ്ലൈ ഓവർ എന്ന് പറയുന്ന സാധനം ഒഴിവാക്കണം എന്ന്. ഇരിക്കുന്ന ഭഗവാന്റെ തലയ്ക്ക് മുകളിലൂടെ ഭക്തൻ നടന്നു വന്നാൽ അതൊരു കാരണവശാലും ഭഗവാൻ ഇഷ്ടമല്ല എന്നുള്ള കാര്യവും, അത് ദേവസങ്കല്പം എന്ത് എന്ന്, അല്ലെങ്കിൽ ദേവന്റെ അഭീഷ്ടം എന്ത് എന്ന് ചോദിക്കാതെയും തോന്നിവാസം ചെയ്തതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പക്ഷെ അതിനൊരു മാറ്റം വരുത്തുമെന്ന്
ഇപ്പോഴത്തെ പ്രസിഡന്റ് പറയുന്നുണ്ടെങ്കിലും അതത്ര ക്ഷിപ്രസാധ്യമല്ല, എങ്കിലും അത് മാറ്റേണ്ടുന്നതാണ്. അതേപോലെ തന്നെ ശബരിമല സന്നിധാനത്തിലെത്തുന്ന തീർത്ഥാടകർ ഭസ്മക്കുളം എന്ന് പറയുന്നത് എവിടെയാണ് എന്ന് അന്വേഷിക്കാതെ നടക്കുകയാണ്. ആ അന്വേഷണത്തിന് മറുപടി എന്ന നിലയിൽ തീർച്ചയായിട്ടും ആ ഭസ്മക്കുളത്തിന്റെ സ്ഥാനത്ത് ഒരു വലിയ ബോർഡ്, ഭസ്മക്കുളം ഇവിടാണ് സ്ഥിതി ചെയ്തിരുന്നത്, ഇപ്പോഴത് കാണാൻ കഴിയുന്നില്ലെങ്കിലും ഭസ്മക്കുളം ഇതാണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു ബോർഡ് വയ്ക്കുന്നതിലൂടെ ഏറ്റവും ചുരുങ്ങിയത് അവിടെ പോയി ഭക്ത്യാദരപൂർവം ഒന്ന് തൊഴാനുള്ള സൗകര്യം അവിടെ ലഭ്യമാക്കണം എന്നുള്ളതും ഒരു സജഷനാണ്. അതിന് കാരണം ഇന്നത്തെ ഭസ്മക്കുളം അത് മലീമസമാണ് എന്ന് പറഞ്ഞാൽ ആണോ എന്ന് സംശയം തോന്നാം. പക്ഷേ മലീമസമാണ്. കാരണം ഈ വലിയ നടപ്പന്തലിൽ തിങ്ങി നിറഞ്ഞ് അടുങ്ങി നിൽക്കുന്ന ആളുകൾ മുകളിലേക്ക് കയറ്റം കിട്ടിക്കഴിഞ്ഞാൽ, 18-ാം പടി കയറിയാൽ ദർശനത്തിന് ഒരു സെക്കൻഡ് കിട്ടിയെങ്കിൽ സമാധാനമായി അവിടെ ഇറങ്ങി ഓടുന്നത് നേരെ പടിഞ്ഞാറേ നടവഴി താഴേക്കാണ്. അവര് ദേവീക്ഷേത്രത്തിലേക്ക്, അതായത് മാളികപ്പുറത്തേക്കല്ല പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ അവർക്ക് ലഭ്യമാകുന്നത് സൗകര്യങ്ങൾ മറ്റൊന്നുമില്ല, പക്ഷെ അവിടെ മുഴുവനും മൂത്രവിസർജനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന് നിലവിലുള്ളത്. ഇതിനൊരു മാറ്റം ഉണ്ടായേ പറ്റൂ. മാറ്റം ഉണ്ടാക്കാനായിട്ട് ദേവസ്വം ബോർഡ് ശ്രമിച്ചേ സാധിക്കുകയുള്ളൂ. കാരണം ഇത് ശബരിമലയ്ക്ക് വരുന്ന മുഴുവൻ തീർത്ഥാടകരുടെയും അനുഭവമാണ് ഞാൻ വ്യക്തമാക്കുന്നത്. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ ആ മാറ്റം ഉണ്ടാവേണ്ടുന്നത് അവിടെ ശുചിയായി ഭസ്മക്കുളം സൂക്ഷിക്കേണ്ടുന്ന ആവശ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കാരണം അടുങ്ങി നിൽക്കുന്നവരാണ് ഈ സ്വാമിമാർ. അവർക്ക് ദർശനത്തിന് വേണ്ടിയുള്ള ആ ത്വരയിൽ അവർക്ക് അവരുടെ വിസർജ്യം പിടിച്ചു നിർത്താനായിട്ട് സാധിക്കുമെങ്കിൽ അവിടെ നിന്ന് മോചനം കഴിഞ്ഞാൽ പിന്നെ അത് സാധിക്കുന്നില്ല എന്നുള്ളതൊരു നഗ്ന സത്യമാണ്. ഇത് അനുഭവത്തിലൂടെ, മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടിലൂടെ അത് എത്ര വലുതാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഒരു നിമിഷം നിന്നാൽ മാത്രം മതി എന്നുള്ള വസ്തുതയും വ്യക്തമാക്കട്ടെ. എന്തായാലും നമ്മുടെ അഭിഷേകം പൂർത്തിയായി. അഭിഷേകത്തിന് കൊണ്ടുവന്ന നെയ്യ് കൊണ്ടുവന്നതായ നാളികേരം അഗ്നിയിൽ സമർപ്പിച്ചു. അതോടുകൂടി നമുക്ക് പൂർത്തിയായും നമ്മുടെ ഇരുമുടി ഏന്തിയുള്ള യാത്രയുടെ പരിസമാപ്തിയാണ് ഇതിലൂടെ ഇവിടെ എത്താൻ സാധിച്ചിരിക്കുന്നത്. ശബരിമല സന്നിധാനം വൃത്തിയായി സൂക്ഷിക്കാനുള്ള ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കേണ്ടുന്നത് ഓരോ തീർത്ഥാടകനും എൻ്റെ സ്ഥാപനം എന്നോ ഇത് ഞാൻ തന്നെയാണെന്നോ വിചാരിക്കുമ്പോൾ മാത്രമേ അവിടം പരിശുദ്ധിയായിട്ട് സൂക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിലേക്കുള്ള മാർഗങ്ങളും അതിലേക്കുള്ള കാഴ്ചപ്പാടുകളും അതിലേക്കുള്ള ശ്രദ്ധകളുമാണ് ഇനി നമുക്കുണ്ടാവേണ്ടുന്നത്. ഇതിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ പല വിഷയങ്ങളും ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതുകൊണ്ട് മാത്രം പൂർത്തിയാവുന്നില്ല. ശബരിമല എന്ന് പറയുന്ന ആ മഹത്തരമായ സങ്കേതം കേരളത്തിൻ്റെ, ഭാരതത്തിൻ്റെ അഭിമാന സ്തംഭമായി നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അവയെല്ലാം ഒരുമിച്ച് കൂടേണ്ടുന്നതും അവയ്ക്ക് വേണ്ടുന്ന മാറ്റങ്ങൾ എന്തെല്ലാം എന്നതിനെ സംബന്ധിച്ചുമാണ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കൂടുതലായി ചർച്ച ചെയ്യേണ്ടി വരിക. ശബരിമല തീർത്ഥാടനത്തിൻ്റെ പരിശുദ്ധി എന്നതിനെ കുറിച്ചുള്ള നമ്മുടെ 17 എപ്പിസോഡുകൾ നീളുന്ന പ്രവർത്തനങ്ങളാണ് ഇവിടെ ഏകദേശം പൂർത്തിയാവുന്നത്. ഇനി അടുത്തത് ശബരിമലയിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചും അയ്യപ്പന്മാർക്ക് ലഭിക്കേണ്ടുന്ന പരിഗണനകളെക്കുറിച്ചും കേരളത്തിൽ വന്നു കഴിയുമ്പോൾ കേരള ഗവൺമെന്റും നാട്ടുകാരും നൽകേണ്ടുന്ന മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർക്ക് നൽകേണ്ടുന്ന പരിഗണനകളും അതോടൊപ്പം തന്നെ അവർക്ക് നൽകേണ്ടുന്ന സൗകര്യങ്ങളും ദർശകർക്ക് നൽകേണ്ടുന്ന ദർശന സൗഭാഗ്യങ്ങളും എന്തൊക്കെ എന്നതിനെ കുറിച്ചാണ് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വിശദീകരിക്കേണ്ടി വരുന്നത്. ഇത്രയും വിശദമായി ഈ വിഷയങ്ങളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാൻ സാധിച്ചതും അതോടൊപ്പം തന്നെ ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ചർച്ചയും അടുത്ത എപ്പിസോഡ് മുതൽ നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാം. എന്നെ ശ്രവിച്ച ഏവർക്കും നന്ദിയോടെ സ്വാമിയേ ശരണമയ്യപ്പ.
അയ്യപ്പ ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചത് അക്ഷയ കാറ്ററിംഗ് തൊടുപുഴ, കോസ്പോൺസേഡ് ബൈ വുഡ്ലാൻഡ് പ്യൂർ വെജിറ്റേറിയൻ ഹോട്ടൽ തൊടുപുഴ. കാൽ നൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ എല്ലാത്തരം വെജ് നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നു. നിങ്ങളുടെ നാവിലെ രസമുകുളങ്ങളെ തൊട്ടുണർത്തുന്ന രുചി വൈവിധ്യങ്ങൾ, സ്വാദിൽ ഒരൽപ്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെ വിഭവസമൃദ്ധമായി നിങ്ങളുടെ ആഘോഷങ്ങളെ വരവേൽക്കൂ. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴയ്ക്കൊപ്പം ഫോൺ 9744406785. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ഹൈറേഞ്ചിന്റെ കവാടമായ തൊടുപുഴയിൽ രുചിവൈവിധ്യങ്ങളുടെ നിറക്കലവറയായി വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ. കൈപുണ്യത്തിന്റെ മികവ് തെളിയിച്ചുകൊണ്ട് വിവിധയിനം ദോശകൾ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് എന്നിങ്ങനെ കലർപ്പില്ലാത്ത വെജിറ്റേറിയൻ വിഭവങ്ങൾ. ഗ്രഹാതുരത്വം തുളുമ്പുന്ന അന്തരീക്ഷത്തിൽ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ, തൊടുപുഴ മൂവാറ്റുപുഴ റോഡ്, മടക്കത്താനം, കൊച്ചങ്ങാടി. ഇരട്ടി മധുരവുമായി വുഡ്ലാൻഡ് സ്വീറ്റ്സ് എന്ന മധുരക്കലവറയും. ഞങ്ങളുടെ മറ്റൊരു സഹോദര സ്ഥാപനം വിജയ ബ്രിക്സ്, മടക്കത്താനം, കൊച്ചങ്ങാടി.